ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാന്ത വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാലറ്റിനായിട്ട് വരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് നമുക്ക് ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലുള്ള മരത്തിൻ്റെ കൊമ്പിനും അതുപോലെ തന്നെ ഇതിൻ്റെ ചുണ്ടിനും കാലിനും എല്ലാത്തിനൊക്കെ നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരറ്റത്ത് കട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിതിൻ്റെ ഔട്ട്ലൈനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിത് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ നീഡിലിനൊന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. നമ്മളത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഉണ്ടോ ഏകദേശം ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നീഡിലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നീഡിലിനെ താഴേക്ക് കുത്തിയിറക്കാം. ഞാനിവിടെ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലും ചെറിയൊരു ഗ്യാപ്പുകൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിച്ചും ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അകലത്തിലും ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താം. പക്ഷേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ആണോ വരുന്നത് ആ ഒരു സെയിം ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതെങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നോക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് വേഗത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ താഴേക്ക് നീഡിലിനെ കുത്തിയിറക്കുക, പിന്നെ മുകളിലേക്ക് പൊക്കിയെടുക്കുക, ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഷേപ്പ് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മരത്തിൻ്റെ കൊമ്പൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കാലുകളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 3 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലിപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ 3 സ്റ്റാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഔട്ട്ലൈനുകളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിപ്പിൻ്റെ ഉണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മൾ ലിപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതായത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ മരത്തിൻ്റെ ആ ഒരു കൊമ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ കാലുകളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു കണ്ണൊന്ന് ഫ്രഞ്ചായിട്ട് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 സ്ട്രാൻഡ്സിൽ ബ്ലാക്ക് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതായത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.